മാലാഖ നോവൽ അധ്യായം 3. അപ്പോ നീ രക്ഷപ്പെട്ടു. കല്യാണം നടത്തുന്നില്ലെങ്കിൽ പഠിക്കാൻ പോവാലോ, ജിവിയ ഉത്സാഹത്തിൽ പറഞ്ഞു. അതൊന്നുമില്ലടാ, വേറെ കല്യാണം ആലോചിക്കുക. 2 കൂട്ടർ പെണ്ണ് കാണാൻ വന്നിട്ട് പോയി. ചെങ്ങന്നൂരിൽ നിന്ന് വന്നത് നല്ല ആലോചനയാ, നല്ല പൈസയുള്ളവരാ. എന്നെ ഇഷ്ടപ്പെട്ടു. ശ്രീധരമൊന്നും വേണ്ട, സ്വർണ്ണമൊക്കെ ഇങ്ങോട്ട് വാങ്ങിത്തരും. പക്ഷെ കെട്ടാനുള്ള ആള് മിലിറ്ററിയില്ല, അമ്മയില്ല. വീട്ടിലെ അച്ഛനും ചെറുക്കൻ്റെ അനിയനും കല്യാണം കഴിക്കാത്ത കൊച്ചച്ഛനും മാത്രം. അങ്ങനെ ആണുങ്ങൾ മാത്രമുള്ള വീട്ടിലേക്ക് അങ്ങനെ പോകണ്ടെന്ന് മുത്തശ്ശി പറഞ്ഞു. അങ്ങനെ അതും വേണ്ടെന്ന് വെച്ചു. കെട്ടുന്നാളെ ലീവ് കഴിയുമ്പോൾ പട്ടാളത്തിലോട്ട് തിരിച്ചു പോകുമല്ലോ. നിനക്കിഷ്ടായിരുന്നോ? ജിബെ ചോദിച്ചു. ഫോട്ടോ മാത്രമേ കണ്ടുള്ളൂ. ആളെ കാണണമെങ്കിൽ ലീവിന് വരണം. ഫോട്ടോ കണ്ടിട്ട് സുന്ദരനാ, പവിത്ര പറഞ്ഞു. അത് പക്ഷേ പകരം വേറെ ആലോചന ഉണ്ടോ? ഒരെണ്ണം പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാരും കൂടി എൻ്റെ കല്യാണം നടത്തി ഇറങ്ങത്തുള്ളൂന്നാ. എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് മോളെ. നടക്കാനുള്ളതാണെങ്കിൽ നടക്കും. മരിക്കാൻ പോയ എനിക്കും അതിനു പറ്റിയോ? നന്നായി. എനിക്ക് നിന്നെ എന്നും ഇങ്ങനെ ജീവനോടെ കാണാലോ, പവിത്ര ആശ്വാസം കൊണ്ടു. എനിക്ക് നാട്ടിൽ നിന്ന് പോയാൽ മതിയെന്ന് ഇപ്പോഴത്തെ ആഗ്രഹം. എങ്ങോട്ട്? ഡിഗ്രിക്ക് ചേരണം. പാല അൽഫോൻസ കോളേജിൽ അല്ലെങ്കിൽ കോട്ടൽ BSM ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കണം. അത് നല്ലതാ. നീ വീട്ടിൽ പറ. മമ്മിയോട് ഞാൻ പറഞ്ഞു. മമ്മിയൊന്നും പറഞ്ഞില്ല. പപ്പയോട് ചോദിക്കണമായിരിക്കും. നീ നിർബന്ധിച്ച് പറഞ്ഞാൽ സമ്മതിക്കും, പവിത്ര പ്രോത്സാഹിപ്പിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം നല്ല നേരം നോക്കി ജിബിയ ബിൻസിയെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു. എൻ്റെ പഠിത്ത കാര്യം മമ്മി പപ്പയോട് പറഞ്ഞിരുന്നു. എൻ്റെ മോളെ, നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇവിടുത്തെ കഷ്ടപ്പാടും ദുരിതവും ഒന്നും നീ കാണുന്നില്ലേ? നിന്നെ ഹോസ്റ്റലിൽ താമസിപ്പിച്ച് പഠിക്കണമെങ്കിൽ രൂപ എത്ര ചെലവ്? നിന്റെ പപ്പ നട്ടു വളർത്തി ഒരു മരത്തിലും പണം കായ്ക്കുന്നില്ല. റബ്ബറിന്റെ വില നിനക്കറിയാലോ. ആർക്കും വേണ്ട. വെട്ടുകൂലി കൊടുക്കാനുള്ള കാശും കിട്ടത്തില്ല എൻ്റെ അടുത്ത്. പിന്നെ എന്നാ ചെയ്യാനാ? ഇങ്ങനെ നിന്നാ മതിയോ? ജീവിക്ക് നീരസമായി. നിന്നോട് നേഴ്സിങ്ങിന് പോകാൻ എത്ര തവണ പറഞ്ഞു? നിനക്കന്നേരം അതിനു കഴിയത്തില്ല. 3-3.5 വർഷം പഠിച്ച എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുവേ? 3 വർഷം പഠിച്ചാൽ ഡിഗ്രി എടുക്കാം, എന്നാലും കിട്ടൂലേ ജോലി? ജിബിയെ തർക്കിച്ചു. പിണ്ണാക്ക് കിട്ടും. MBA കാരും ജോലിയില്ലാതെ തെണ്ടുവാ. അപ്പോഴാ BCom പഠിച്ചാലും. BCom വേണ്ട, BA പഠിക്കാം, എന്നിട്ട് B.Ed പോകാം. അത് കഴിയുമ്പോൾ ടീച്ചറായിട്ട് ജോലി കിട്ടും. ജിബിയ ഒരു ശ്രമം കൂടി നടത്തി. എൻ്റെ കുഞ്ഞെ, നിന്റെ മനപ്പായസം വാങ്ങാനുള്ള പാത്രമൊന്നും നമ്മുടെ നാട്ടിലില്ല. ഒരു സ്കൂളിൽ ജോലി കിട്ടണമെങ്കിൽ രൂപ ലക്ഷക്കണക്കിന് എണ്ണിക്കൊടുക്കണം. നേഴ്സിംഗും പഠിക്കാൻ പൈസ വേണ്ടായിരിക്കും. അവർ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു വിട്ടേക്കും, ജിബിയെ പരിഭവിച്ചു. ലോൺ എടുത്ത് പഠിക്കാലോ. വിദ്യാഭ്യാസ ലോൺ കിട്ടുമല്ലോ. കുറേശ്ശെ അടച്ചാൽ മതിയല്ലോ ഫീസ്. കുഴക്കാലക്കിലെ ലിസി ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് പഠിക്കുന്നുണ്ട്. അതിനോട് ചോദിച്ചാൽ ഫീസിന്റെ വിവരങ്ങളൊക്കെ അറിയാൻ പറ്റും. എൻ്റെ മമ്മി, എനിക്ക് ഇഷ്ടമല്ല നേഴ്സിംഗ്, ജിബിയെ ചുരുങ്ങി. എനിക്ക് കൊച്ചെ, കൊക്കിലൊതുങ്ങുന്നത് കൊത്താൻ പഠിക്കണം ആദ്യം. നിനക്കറിയത്തില്ല, അതാ നിന്റെ കുഴപ്പം. ബിൻസി മകളെ ഗുണദോഷിച്ചിട്ട് അടുക്കളയിലേക്ക് കയറിപ്പോയി. ജിബിയ നഖം കടിച്ച് ആലോചനയിൽ മുഴുകി. അധ്യായം 5. ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് പഠിക്കുന്ന ലിസിയുടെ വീട്ടിലേക്ക് വിവരങ്ങൾ തിരക്കാൻ ജിബിയയും കൊണ്ടാണ് ബിൻസി പോയത്. ലിസിയുടെ അമ്മ എൽസിയും മകൻ സോജനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. സോജൻ ജിബിയോടൊപ്പം +2 പഠിച്ചവനാണ്. എൽസി തന്റെ മകളുടെ ഫീസ് വിവരങ്ങൾ വിശദമായി പറഞ്ഞു. അഡ്മിഷൻ കിട്ടുമ്പോൾ ആദ്യ വർഷം കൊടുക്കേണ്ട ഫീസ് 75,000 രൂപ. 2ാമത്തെ വർഷവും 3ാമത്തെ വർഷവും 35,000 രൂപ വെച്ച് കൊടുക്കണം. ഇന്റേൺഷിപ്പിന് 25,000 രൂപ. ആകെ 1,70,75,000 കൂടാതെ 1,300 വെച്ച് ഹോസ്റ്റൽ ഫീസ് കൊടുക്കണം. മോളെ, നീ ഒരു കടലാസിലോട്ട് കുറിച്ചെടുത്തേ, എൽസി ജിബിയയോട് പറഞ്ഞു. പേനയും കടലാസും എൽസി തന്നെ കൊടുത്തു. ഇതിനെല്ലാം പുറമെ വേറെയും കാശ് ചിലവാകും കേട്ടോ. യൂണിഫോമിന്റെ കാശ്, അതുകൂടാതെ വേറെ ഡ്രസ്സ് എടുക്കണ്ടേ, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വണ്ടിക്കൂലി, പിന്നെ ഹോസ്റ്റലിലേക്കുള്ള സാധനങ്ങൾ വേണ്ടേ. ആദ്യം അഡ്മിഷൻ എടുക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുവിടണ്ടായോ? 1-2 ദിവസം ഹോട്ടലിലോ ലോഡ്ജിലോ താമസിക്കേണ്ടി വരും. അതിന്റെ ചെലവ് എങ്ങനെ ചുരുക്കിയാലും ആദ്യത്തെ 1 വർഷം 1,00,000 രൂപയെങ്കിലും വേണ്ടിവരും. എല്ലാം കൂടെ. ലിസ്റ്റ് ചേച്ചി പഠിക്കുന്ന കോളേജിന്റെ പേരെന്നാ? സെന്റ് സേവിയേഴ്സ്, എൽസി പറഞ്ഞു. അച്ഛന്മാരെ നടത്തുന്നതാണോ? ബിൻസി താല്പര്യത്തോടെ ചോദിച്ചു. അതെ. മോളെ നേഴ്സിംഗിന് ചേർക്കാൻ തീരുമാനിച്ചോ? വേറെ എന്നെ പഠിക്കാനാ? ഡിഗ്രിക്ക് പോയാൽ ജോലി വല്ലതും കിട്ടുമോ? ഇതാണെങ്കിൽ 3 വർഷം കൊണ്ട് തീരുവല്ലേ. 3.5 വർഷം, എൽസി തിരുത്തി. എന്നാലും
ഏതെങ്കിലും ഒരു ആശുപത്രി കയറി പറ്റിയ അവനവന്റെ കാര്യം നോക്കാൻ പറ്റൂലോ, വിൻസി പറഞ്ഞു. നല്ല മിടുക്കുള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ ഗൾഫിലൊക്കെ ജോലി കിട്ടുന്നേ. അവിടെ നല്ല ശമ്പളം കിട്ടും. അന്യരാജ്യത്ത് പോയി നേഴ്സിന്റെ ജോലി ചെയ്തിട്ട് എന്തുമാത്രം കുട്ടികളെ അവനവന്റെ കുടുംബം രക്ഷപ്പെടുത്തിയേക്കുന്നത്. നമ്മുടെ നാട്ടിലല്ലേ നേഴ്സുമാർക്ക് വലിയ വിലയും ശമ്പളമൊന്നും ഇല്ലാത്ത. ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ചെല്ലണം നേഴ്സുമാരെ വില അറിയണമെങ്കിൽ. ആണോ? വിൻസി ആശ്ചര്യം പ്രകടിപ്പിച്ചു. ഒറ്റപ്ലാക്കയിലെ കൊച്ചുറാണിയുടെ കുടുംബം എങ്ങനെ രക്ഷോട്ടെ? കൊച്ചുറാണിയുടെ മൂത്ത മകള് റജീന ജർമ്മനിയിൽ നേഴ്സാ. അവള് പൈസ അയച്ചു കൊടുത്തിട്ടാ അവർ 1.5 ഏക്കർ റബ്ബർ തോട്ടം മേടിച്ച് 1-ാം തരം 2 നില വീടും വെച്ച്. കേട്ടില്ലേ എന്ന മട്ടിൽ വിൻസി മകളെ നോക്കി. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ലിസിമോള് രാത്രി ഫോൺ വിളിക്കുമ്പോൾ ഞാൻ അവളോട് പറയാം. അവളിത് 2ാമത്തെ വർഷമാണ്. അവൾക്കവിടെ അഡ്മിഷന്റെ കാര്യമൊക്കെ അറിയാം, എൽസി പറഞ്ഞു. അതെല്ലാം ഒന്ന് ചോദിച്ചു വെച്ചേക്കണേ. ഫീസിനുള്ള പൈസ എങ്ങനെ ഉണ്ടാക്കുമെന്ന് അറിയാമല്ല. എന്നാലും ഇവിടെ ഇങ്ങനെ വെറുതെ വീട്ടിൽ നിർത്താനും പറ്റത്തില്ലല്ലോ. എൽസിയെ അഡ്മിഷന്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വിടുമ്പോൾ ബിൻസിയോട് ദിവ്യ ചോദിച്ചു, മമ്മി എവിടെ നിന്നുണ്ടാക്കുകയോ 1 ലക്ഷം രൂപ? ആദ്യ വർഷം അത്ര ചെലവാകുമെന്നല്ലോ പറഞ്ഞേ. നിന്റെ പപ്പ എവിടെ നേരം ലോൺ എടുക്കട്ടെ, വിദ്യാഭ്യാസ ലോൺ കിട്ടത്തില്ലേ? അതൊന്നും അത്ര എളുപ്പമല്ല മമ്മി. എന്റെ ആങ്ങളമാരോട് ചോദിക്കണം വല്ലതും സഹായിക്കാൻ പറ്റുമെന്ന്. കോളേജിൽ ചേർന്ന് ഡിഗ്രി പഠിക്കാൻ ഇത്രയൊന്നും പൈസ ചെലവാകത്തില്ലല്ലോ മമ്മി. പക്ഷെ പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടായോ? ഒരു ഡിഗ്രി എടുത്തിട്ട് നീ എന്നാ ചെയ്യാനാ? അതിന് ദിവ്യയ്ക്ക് ഉത്തരവില്ല. വീട്ടിലെത്തിയ ശേഷം ബിൻസി ഭർത്താവുമായി ആലോചിച്ചു. നിന്ന നിൽപ്പിൽ 1 ലക്ഷം രൂപ എങ്ങനെ ഉണ്ടാക്കുമെന്നാ? ജോർജ് കുട്ടി അന്തം വിട്ടു. ലോൺ എടുക്കലൊന്നും അത്ര എളുപ്പമല്ല നീ. കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ചെറിയ വായ്പ നിലവിലുണ്ട്. അതടച്ചു തീർത്താൽ അടുത്ത ലോണിന് അപേക്ഷിക്കാം. മറ്റേതെങ്കിലും ബാങ്കിൽ വീടും പുരയിടവും ഈട് വെച്ച് പണമെടുത്താലോ എന്ന് ആലോചിച്ചു. എന്നാൽ അതൊന്നും ഉടനടി നടക്കുന്ന സംഗതിയില്ല. പണയ വസ്തുവിന്റെ ഒറിജിനൽ പ്രമാണം, കരമടച്ച രസീത്, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, സൈറ്റ് പ്ലാന്, പൊസഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ഹാജരാക്കണം. ബാങ്കുകാരുടെ ലീഗൽ ഫോർമാലിറ്റി കഴിഞ്ഞു കിട്ടണം. ബാങ്ക് ഉദ്യോഗസ്ഥർ വന്ന് വസ്തു നേരിട്ട് കണ്ട് മതിപ്പ് വില നിർണ്ണയിക്കണം. കുറഞ്ഞത് 1.5 മാസം എടുക്കും. കൂടിയാലോചന എങ്ങും എത്താതെ അവസാനിച്ചു. പിറ്റേന്ന് എൽസി ബിസിയെ കാണാൻ വന്നു. ഇന്നലെ രാത്രി ഞാൻ ലിസിമോള് വിളിച്ചപ്പോൾ ബിൻസിമോളുടെ കാര്യം പറഞ്ഞിരുന്നു കേട്ടോ. ഇപ്പോൾ ഉടനെ തന്നെ ഈ വർഷത്തെ ബാച്ച് തുടങ്ങുന്നുണ്ടെന്ന് അവള് പറഞ്ഞു. ഇപ്പോൾ അഡ്മിഷൻ എടുക്കാൻ തുടങ്ങി. സീറ്റ് തീർന്നാൽ പിന്നെ ലിസിമോള് പഠിക്കുന്നിടത്ത് കിട്ടത്തില്ല, വേറെ നോക്കേണ്ടി വരും. ഇപ്പോഴേ പറയുവാണെങ്കിൽ ഒരു സീറ്റ് ബുക്ക് ചെയ്തിട്ടേക്കാമെന്ന് ലിൻസിമോള് പറഞ്ഞു. നിങ്ങൾ എന്നാ തീരുമാനിച്ചോ? ബിയാമോളെ നേഴ്സിങ്ങിന് തന്നെ വിടാൻ തന്നെ തീരുമാനം. പക്ഷെ ഫീസിനുള്ള തുക എങ്ങനെ ഉണ്ടാക്കുമെന്ന് ഓർക്കുമ്പോഴാണ് വിൻസി ആശങ്കപ്പെട്ടു. വേണേന്ന് ഉറച്ചൊരു തീരുമാനമെടുത്താൽ പൈസയൊക്കെ ഉണ്ടാകുമെന്നേ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണം. ഏതായാലും ഒരു സീറ്റ് ബിയാമോൾക്ക് ഒഴിച്ചിട്ടേക്കാൻ ഞാൻ പറഞ്ഞേക്കാം. കുറച്ചെന്തെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ടേക്കാം, അവർക്കൊരു ഉറപ്പായിട്ട്. ഇന്നോ നാളെയോ വേണമെന്നില്ല, ഒരാഴ്ചക്കകത്ത്. ഞാൻ ജോർജ് കുട്ടിക്കാരനോട് പറയാം. ഒരു സീറ്റ് ബുക്ക് ചെയ്ത് കൊടുത്താൽ തൻ്റെ മകളുടെ കമ്മീഷൻ കിട്ടുന്ന തുകയെപ്പറ്റി എൽസി മിണ്ടിയതേയില്ല. ജോർജ് കുട്ടി വിൻസിയെയും കൂട്ടി പണം സംഘടിപ്പിക്കാനുള്ള വിവിധ വഴികൾ ആലോചിച്ചു. ബാങ്കിൽ ലോണിന് അപേക്ഷ നൽകാൻ തന്നെ നിശ്ചയിച്ചു. ദിവ്യയോട് ആവശ്യം വരുന്ന പണം പലരോടായി കടം വാങ്ങിയിട്ട് ബാങ്ക് ലോൺ കിട്ടുമ്പോൾ തിരിച്ചു കൊടുക്കാം എന്നതായിരുന്നു ഒടുവിൽ കണ്ടെത്തിയ മാർഗം. വിൻസി തന്റെ വീട്ടിൽ പോയി വന്നപ്പോൾ 25,000 രൂപ ഉണ്ടെന്ന്. ആ തുക എൽസി പറഞ്ഞതിനനുസരിച്ച് ബാംഗ്ലൂരിലെ നഴ്സിംഗ് സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററുടെ കയ്യിലേക്ക് അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ജിബയുടെ അഡ്മിഷൻ ഉറപ്പാക്കി. തന്റെ വിധി നിർണ്ണയിക്കപ്പെട്ടു കഴിഞ്ഞുവെന്ന് ജിബയ്ക്ക് ബോധ്യമായിട്ടുണ്ടായിരുന്നു. ആശിച്ച ജീവിതം തേൻ നിറച്ച പാനപാത്രം പോലെ ചുണ്ടോളം എത്തിയ ശേഷം തട്ടിത്തെറിപ്പിച്ച് പകരം കയ്പുനീർ ഒലിപ്പിക്കുന്ന ഓട്ടുപാത്രം തന്നിരിക്കുന്നു. റോബിൻസിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഇടനെഞ്ചിൽ തറച്ചിരിക്കുന്ന കടാര ആരോ ഒരൽപ്പം കൂടി താഴ്ത്തിയ പോലെ ആ മുറിവ് വിങ്ങുന്നു. അതിൽ നിന്നും രക്തം കിനിയുന്നു. റോബിൻസിനെ ഓർക്കുമ്പോഴും ആറ്റിൻകരയും നെല്ലിക്കുന്നൽ വീടും ദൃഷ്ടിയിൽപ്പെടുമ്പോഴും ഇതേ വേദനയാണ്. മഴക്കാലമായതിനാൽ മീനച്ചിലാറ്റിൽ അക്കരയ്ക്കര മുറിച്ചു കൊടുക്കാൻ പറ്റാത്തത്ര വെള്ളമുണ്ട്. പള്ളിവാതുക്കലെ പാലം കടന്നാണ് പള്ളിയിൽ പോലും പോകാറുള്ളത്. മഴക്കാലവും മീനച്ചിലാറ്റും വെള്ളവും സമയോചിതമായി ഇടപെട്ടു. ഇല്ലെങ്കിൽ പുഴ കടന്ന് അക്കരയെത്തുമ്പോൾ റോബിൻസന്റെ ഗേറ്റിന് മുന്നിലൂടെ പോകേണ്ടി വരുമായിരുന്നു. കല്യാണം കഴിഞ്ഞ് റോബിൻസും നവവധുവും ഒപ്പം ഹണിമൂൺ ആഘോഷിക്കുകയാണെന്ന സത്യം മനസ്സിൽ നിന്ന് എത്ര മായ്ച്ചാലും മറിഞ്ഞാലും ഇല്ലാതാകുന്നില്ല. ശനിയാഴ്ച ദിവസം ജിബിയ പവിത്രയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങി. ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി 2 ചുരിദാർ പീസ് എടുത്ത് തയ്ക്കാൻ കൊടുക്കണം. പവിത്രയോടും അജിതാമ്മയോടും യാത്ര ആകണം. പെട്ടെന്നൊരു ദിവസം ബാംഗ്ലൂരിലേക്ക് പുറപ്പെടേണ്ടി വന്ന അതും സാധ്യമായെന്ന് വരില്ല. പാലത്തിനപ്പുറത്ത് പുതിയൊരു കാർ നിർത്തിയിട്ടിരിക്കുന്നത് പാലത്തിൽ കയറിയപ്പോൾ തന്നെ ജിബിയെ കണ്ടു. പഴയ നടപ്പാലത്തിന്റെ ഭാഗത്ത് സുന്ദരിയായൊരു യുവതി. അവൾ ചിരിച്ചുകൊണ്ട് പോസ് ചെയ്ത് നിൽക്കുന്നു.
ആരോ പുറംതിരിഞ്ഞു നിന്ന് മൊബൈലിൽ അവളുടെ ചിത്രങ്ങൾ പകർത്തുന്നു. അത് റോബിൻസൺ ആയിരിക്കുമോ എന്ന് വിചാരിക്കുമ്പോഴേക്കും രണ്ടുപേരും ചിരിച്ചു കൈകോർത്ത് പുതിയ പാലത്തിലേക്ക് വന്നു. ജിബിയ ഒരു നിമിഷം നടുങ്ങി നിന്നു. റോബിൻസും സർവാഭരണ വിഭൂഷിതയായ യുവതിയും. നെഞ്ചിൽ തറച്ചിരുന്ന കടാര ഒന്നുകൂടി ആഴത്തിലേക്ക് കയറി. റോബിൻസ് ജിബിയെ മുന്നിൽ കണ്ട് സ്തംഭനായി. അടുത്ത നിമിഷം സമനില വീണ്ടെടുത്ത് പാലത്തിനപ്പുറത്തെ ചെക്ക് ഡാമിന് നേരെ തിരിഞ്ഞ് കൈകോർത്തു നിന്ന യുവതിയോട് എന്തോ പറഞ്ഞു. അവളും ആ ഭാഗത്തേക്ക് കൗതുകത്തോടെ നോക്കുന്നത് കണ്ടു. മുന്നോട്ട് നീങ്ങണോ തിരികെ പോണോ എന്ന് നിശ്ചയമില്ലാതെ ജിബിയ ഉഴറി. ശ്വാസം മടക്കിപ്പിടിച്ച് അവൾ മുന്നോട്ട് നീങ്ങി. റോബിൻസും യുവതിയും നിൽക്കുന്നത് സമയത്തുകൂടെ അവൾ മുഖം കുനിച്ച് നടന്നു. റോബിൻസ് ചെക്ക് ഡാമിലേക്ക് കൈചൂണ്ടി നവവധുവിനോട് എന്തോ പറയുന്നുണ്ടായിരുന്നു. യുവതി ജിബിയെ കണ്ട് കൗതുകത്തോടെ നോക്കി. ജിബിയ കടന്നുപോയി. നല്ല സുന്ദരിക്കുട്ടി. പിന്നിൽ നിന്നും ആ യുവതി റോബിൻസിനോട് അടക്കം പറയുന്നത് ജിബിയെ കിട്ടി. അവൾ തിരിഞ്ഞു നോക്കാതെ വേഗം നടന്നകന്നു. പവിത്രയുടെ വീട്ടിലെത്തി. ജിബിയെ കണ്ടതും പവിത്ര അതിയായ സന്തോഷത്തോടെ ഓടിയിറങ്ങി വന്ന് കെട്ടിപ്പിടിച്ചിരുന്നു. ഞാൻ നിന്റെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഓടി അവിടുന്ന്. സത്യം, പവിത്ര ആണേട്ടു. ജിബിയെ പാലത്തിൽ വെച്ച് റോബിൻസും പുതുവണവാട്ടിയും കണ്ട കാര്യം പവിത്രയോട് പറഞ്ഞു. നീ അതൊന്നും മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? അതെല്ലാം ഇനി നെഗറ്റീവ് എനർജിയാ. നമ്മുടെ മനസ്സിനെ അങ്ങ് ഒടിച്ചു കളയും. ഞാൻ നിനക്കൊരു പടം തരാം. റോബിൻസിനെ ഓർമ്മ വരുമ്പോൾ നീ അതെടുത്ത് നോക്കിയാൽ മതി. പവിത്ര പഴയൊരു ഡ്രോയിങ് ബുക്കിൽ ഒരു താൾ സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് അടർത്തിയെടുത്ത് ജിബയ്ക്ക് നൽകി. കറുത്ത വാലും കറുത്ത കൊമ്പുകളുമുള്ള ഒരു ചുവന്ന പിശാശിന്റെ ചിത്രം. പവിത്ര തന്നെ സ്കെച്ച് പെൻ കൊണ്ട് വരച്ചതായിരുന്നു അത്. പിശാശ് പിന്തിരിഞ്ഞ് ഓടാൻ ഭാവിക്കുകയാണ്. തലതിരിച്ചു നോക്കുന്ന, അതിന് മുഖമില്ലാത്ത, എന്തെന്നില്ലാത്ത നാണക്കേടും അപമാനഭീതിയും. ഇതാണ് റോബിൻസ്, പവിത്ര വീരോടെ പറഞ്ഞു. അവന്റെ ഓർമ്മ വന്നാലുടനെ ഇതെടുത്ത് നോക്കിക്കോ. പിന്നെ നിന്റെ മനസ്സിൽ നിന്ന് ഇത് മാഞ്ഞു പോകത്തില്ല. ജിവ്യ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. എന്താ, നേഴ്സിങ്ങിന് പോകാൻ തീരുമാനിച്ചോ? വേറെ വല്ലതും പഠിക്കാൻ മേലായിരുന്നോ? സംഭാഷണം മധ്യേ അജിതാമ്മ ചോദിച്ചു. മമ്മി പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നതാ, +2 കഴിയുമ്പോൾ നേഴ്സിങ്ങിന് പോകുന്നു. ഞാൻ ഡിഗ്രിക്ക് ചേരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണില്ല. ജീവിത ആവലാതിപ്പെട്ടു. പഠിച്ചു പാസ്സായാലും ഒരു നേഴ്സിന് ശമ്പളം എന്നാ കിട്ടാനാ? 7,000 8,000 കിട്ടിയേക്കും. എന്നാ കഷ്ടപ്പാട് പിടിച്ച ജോലിയാ. നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യണം മിക്ക നേഴ്സുമാരും കല്യാണം കഴിയുന്നതോടെ ജോലിക്ക് വേണ്ടാന്ന് നോക്കുക. മമ്മി പറയുന്നത് ഫോറിനിലൊക്കെ പോയാൽ നല്ല ശമ്പളം കിട്ടുക. എൻ്റെ മോളെ, അതൊക്കെ പറയാൻ എളുപ്പം. പാസ്പോർട്ട് വേണം, വിസ വേണം, ഇംഗ്ലീഷിൻ്റെ ഒരു പരീക്ഷ പാസ്സാകണം, അങ്ങനെ എന്തെല്ലാം കടമ്പകളാന്ന്. ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. ആ കാശുണ്ടെങ്കിൽ കൊള്ളാവുന്ന ഒരുത്തൻ്റെ കൂടെ നിന്നെ കെട്ടിച്ചു വിടാമല്ലോ. മമ്മിക്ക് ഒരാ വാശിയാ, ഞാൻ നേഴ്സാവണമെന്ന്. ആരാണ്ട് കൈവശം കൊടുത്ത പോലെയാ. ഒന്നും പഠിക്കാണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് നഴ്സിംഗ് പഠിക്കുന്നത് തന്നെയാണ് പവിത്രയുടെ വിട്ട്. എന്നെയും ഇവളുടെ കൂടെ നഴ്സിങ്ങിന് വിട്ടാൽ മതിയായിരുന്നു. പവിയെ കൂടെ വിടുക അമ്മേ. ഇവിടെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു വിഷമവുമില്ല. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചിറങ്ങാമല്ലോ. മോളെ, 19 തികയണതിന് മുന്നേ ഇവിടെ കല്യാണം നടത്തിയില്ലെങ്കിൽ പിന്നെ 29 കഴിയണം. ജാതകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാ. ചങ്ങനാശ്ശേരിക്കാരുടെ കല്യാണാചരണം നടക്കാതെ വന്നപ്പോൾ അച്ഛൻ പിന്നെയും ജാതകം കൊണ്ടുപോയി ജോത്സ്യനെ കാണിച്ചു. അതിലെഴുതിയിരിക്കുന്നത് അച്ചട്ടാണെന്നാണ് ജോത്സ്യർ പറഞ്ഞത്. പവിത്രയുടെ 2ഓ 3ഓ കല്യാണമേ നടക്കാതെ പോയില്ലേ? അവൾക്ക് കല്യാണത്തിനുള്ള ടൈമായില്ലെന്നുള്ളതിൻ്റെ ലക്ഷണമല്ലത്. ജിബിയ വാദിച്ചു നോക്കി. കല്യാണത്തിനും വീട് വിളിക്കും പല തടസ്സങ്ങളും വരും. അതൊക്കെ പരീക്ഷണങ്ങളാ. ഉറച്ചു നിന്ന് ഉദ്ദേശിച്ച കാര്യം നടത്തുമ്പോഴാണ് അത് മംഗളകർമാവുന്നത്. അത് കഴിയുമ്പോൾ ഭാഗ്യം കൂടെ വരും. പവിത്രയെ നഴ്സിംഗ് പഠിക്കാൻ കൂട്ടിന് കിട്ടിയില്ലെന്ന് ജിബിയ ഉറപ്പിച്ചു. മറ്റന്നാള് ഇവക്കൊരു പെണ്ണുകാണലുണ്ട്. അത് മിക്കവാറും നടന്നേക്കുമാണ് എൻ്റെ മനസ്സ് പറയുന്നു. അജിതാമ്മ ശുഭാപ്തി വിശ്വാസത്തിലായിരുന്നു. എവിടെയുള്ള ചെറുക്കൻ? ഇവിടെ അടുത്തുള്ളതാണെന്നേ. പൂഞ്ഞാറിനും വെട്ടിപ്പറമ്പിനും ഇടയ്ക്കാം. പറഞ്ഞു കേട്ടെടുത്തോളം നല്ല ആലോചനയാണ്. ഒരമ്മയ്ക്ക് 2 മക്കള്. മൂത്തത് പെണ്ണ്, അതിനെ കെട്ടിച്ചേച്ചു. ഇനി അമ്മയും മകനും മാത്രം. ചെറുക്കന് ജോലി വല്ലതുണ്ടോ? സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ ഉണ്ട്. ഓട്ടോ ഡ്രൈവറാണോ? ജിബയ്ക്ക് നിരാശയായി. ഓട്ടോ സ്വന്തമാണെന്നോ? അതുപോലെ ഒരു കുടുംബം കഴിയാൻ. 10,000 ഓട്ടോക്കാർ അങ്ങനെയല്ലേ കുടുംബം നടത്തുന്നത്? ഓ, അതൊക്കെ ശരിയാ. എന്നാലും പവിയെ നല്ലൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്നാണ് എൻ്റെ മനസ്സിൽ. വില്ലേജ് ഓഫീസറോ ബാങ്ക് ജോലിക്കാരനോ സ്കൂൾ മാഷോ അങ്ങനെ ആരെങ്കിലും. ആശയൊക്കെ കൊള്ളാം. 25 മുതൽ 50 ലക്ഷം വരെ അവരുടെയൊക്കെ സ്ത്രീധനത്തുക. നമുക്കിവിടെ 2 ലക്ഷത്തിനകത്ത് വല്ലതും കാര്യം നടക്കണം. അജിതാമ്മ പറഞ്ഞു. സ്ത്രീധനം ഒന്നും വാങ്ങാതെ ഇവിടെ കൊട്ടിക്കൊണ്ടുപോകാൻ നല്ല സുന്ദരന്മാരെ ഉദ്യോഗസ്ഥർ വരുന്നേ. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ മതി. അത്രയ്ക്കും സുന്ദരിയല്ലേ എൻ്റെ പവി. ജിബിയ പവിത്രയുടെ കവളത്ത് അരിമയോടെ പിച്ചിക്കൊണ്ട് പറഞ്ഞു. കാര്യത്തോടടക്കുമ്പോൾ കണക്ക് മുന്നിൽ നിൽക്കും.
ആരോഗ്യം അഴകും ഒക്കെ പിറകിലോട്ട് മാറും. അജിതാമ്മ അനുഭവജ്ഞാനത്തിൽ നിന്നാണ് പറയുന്നത്. കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നിട്ട് ജിബിയെ തിരികെ പോകാൻ ഇറങ്ങി. ഞാനിനി വരുമെന്ന് അറിയാൻ മേല, പറയാതെ പോയെന്ന് വിചാരിച്ചേക്കല്ലേ. തേക്കാൻ തന്നതെല്ലാം വാങ്ങാൻ വരത്തില്ലേ? അജിതാമ്മ ചോദിച്ചു. ചിലപ്പം ജോസിനെ ആയിരിക്കും വരുന്നത്. അവൾക്ക് സ്കൂൾ വിടുമ്പോൾ കുറച്ചു ദൂരം ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അവയുടെ നിശ്ചയത്തിനും കല്യാണത്തിനും നീ ഉണ്ടാവില്ല മോളെ. കല്യാണത്തിന് ഞാൻ വരും, എവിടെയായാലും വരും, ജിബിയ ഉറപ്പു നൽകി. പവിത്ര അവളെ റോഡ് വരെ അനുഗമിച്ചു. തിരികെ വന്ന പവിത്രയോട് അജിതാമ്മ പറഞ്ഞു, പാവം പെങ്കൊച്ച്, എന്തെല്ലാം ആശിച്ചതാ. അവളുടെ ചങ്ക് കലങ്ങി കിടക്കുക. ആ സങ്കടമൊന്നും ആരെയും കാണിക്കുന്നില്ലെന്നല്ലോ. കൊതിച്ച കല്യാണം നടന്നില്ല. ഇഷ്ടമില്ലാത്ത പഠിപ്പിനും പോകേണ്ടി വരും. എന്ത് കല്യാണമാ, എന്ത് കഷ്ടമല്ലമ്മേ. എല്ലാം നല്ലതിനായിരിക്കുന്നെന്ന് വിചാരിച്ചിട്ട് സമാധാനിക്കട്ടെ. ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അജിതാമ്മ തയ്യൽ മെഷീനപ്പുറത്ത് സ്റ്റൂളിൽ ഇരിപ്പുറപ്പിച്ചു. ടേപ്പും പെൻസിലും ഡയറി എടുത്ത് ജിബിയ കൊണ്ടുവന്ന് ഏൽപ്പിച്ച തുണിയുടെ അളവെടുക്കാൻ തുടങ്ങി. വൈകുന്നേരം സുദർശനും വീട്ടിൽ വന്നപ്പോൾ അജിതാമ്മ മറ്റന്നാളത്തെ പെണ്ണുകളിനെ പറ്റി വേണ്ടുന്ന ഒരുക്കങ്ങളെ പറ്റി പറഞ്ഞു. കാപ്പിയും പലഹാരം കൊടുക്കണം കാണാൻ വരുന്നവർക്ക്. പിന്നെ പെണ്ണിനെ കൊള്ളാവുന്ന ഒരു സാരി ഉടുപ്പിച്ച് വേണം കാണിക്കാൻ. ഒന്നാമതേ അവളെ മെലിഞ്ഞിട്ട. പട്ടുപാവാരിയും അവസാരിയും പോരെ? സുദർശൻ ചോദിച്ചു. പോരാ, പാവാടയും ചുരിദാറും ഒക്കെ ഇട്ട് കണ്ട അവൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെന്നേ തോന്നും, അജിതാമ്മ പറഞ്ഞു. സുദർശന് ആ കാര്യത്തിലൊരു മറുപടി പറയാനില്ല. 2 ദിവസത്തിനു ശേഷം പൂഞ്ഞാറിൽ നിന്നും ചെറുക്കനും മറ്റു 3 പേരും പെണ്ണു കാണാൻ അമ്പലത്തിനാൽ വീട്ടിലെത്തി. 2 ബൈക്കുകളിലാണ് അവർ വന്നത്. സുദർശനം മുറ്റത്തേക്കിറക്കി ചെന്ന് അവരെ വീട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയി ഇരുത്തി. 4 ചെറുപ്പക്കാർ, ഏതാണ്ട് ഒരേ പ്രായക്കാര്. ആരാണ് പവിത്രയെ പെണ്ണു കാണാൻ വന്ന ചെറുക്കൻ എന്ന് തിരിച്ചറിയാൻ വയ്യ. ചെറുക്കന്റെ പേരെന്താണ്? സുദർശൻ ചോദിച്ചു. എന്നിട്ട് 4 പേരെയും മാറി മാറി നോക്കി. ജയപ്രകാശ്, ഞങ്ങള് പ്രകാശാന്ന് വിളിക്കും, ഒരാൾ പറഞ്ഞു. സുദർശന്റെ വിദ്യയായിട്ടില്ല. ശരി, നിങ്ങളിൽ ആരാ ജയപ്രകാശ്? മെലിഞ്ഞു വെളുത്ത ഒരു യുവാവ് പറഞ്ഞു. ഞാനാ. മുറിക്കുള്ളിൽ പവിത്ര ഒരുക്കിയായിരുന്ന അജിതാമ്മയും ദീപയും കൂടി. ചേച്ചിക്ക് ടെൻഷനൊന്നുമില്ലേ? പവിത്രയുടെ കൂസലില്ലായ്മ കണ്ട് ദീപ അതിശയം കുറി. എന്തിനാ ടെൻഷൻ? ചേച്ചിയുടെ പെണ്ണുകളിലാണ്. ചേച്ചീനെ കല്യാണം കഴിക്കണോ വേണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ ഒരാൾ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതോർക്കുമ്പോൾ ടെൻഷൻ വരണ്ടേ? എനിക്കിത് എത്ര പെട്ടെന്നൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതി എന്നാ. അത്രയുള്ളൂ. അതെന്താടി അങ്ങനെ? കൊച്ചു പിള്ളേരെ കൊണ്ട് മുതിർന്നവരുടെ വേഷം കെട്ടിച്ച് നാടകം കളിപ്പിക്കത്തില്ലേ, മീശയും തടി വെച്ച്? അതുപോലെ തോന്നുക എനിക്കത്, പവിത്ര അനിഷ്ടത്തോടെ പറഞ്ഞു. പെണ്ണു കാണൽ ചടങ്ങിന്റെ പ്രധാന ഭാഗമായ ചായ കൊടുക്കലിന് പവിത്ര ചായക്കപ്പുകൾ നിരത്തിയ ട്രേയുമായി ഇരിപ്പുമുറിയിലേക്ക് ചെന്നു. 4 ചെറുപ്പക്കാർ, 2 പേർ സെറ്റിയിലും 2 പേർ കസേരയിലും. പവിത്ര 4 പേർക്കും ചായ കൊടുത്തു. മോളെ, ഇതാണ് ചെറുക്കൻ, പേര് ജയപ്രകാശ്. ഇവരൊക്കെ കൂട്ടുകാരാ, സുദർശൻ പരിചയപ്പെടുത്തി. പവിത്ര ജയപ്രകാശിനൊന്ന് നോക്കി. മെലിഞ്ഞു വെളുത്ത യുവാവ്, കനം കുറച്ച മീശ, നേരെ മുകളിലേക്ക് ചീകിയൊതുക്കിയ നീളൻ മുടി. വല്ലതും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞങ്ങളങ്ങ് മാറി നിൽക്കാം, ജയപ്രകാശിന്റെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു. ചായ കുടിച്ചിട്ട് മതി, സുദർശൻ ഭേദഗതി നിർദ്ദേശിച്ചു. അതനുസരിച്ച് വേഗം ചായ കുടിച്ച ശേഷം കൂട്ടുകാരി പുറത്തേക്കിറങ്ങി. സുദർശനൻ അകത്തേക്ക് കയറി. ജയപ്രകാശിന്റെ ചോദ്യങ്ങൾ സർവ്വസാധാരണമായിരുന്നു. പേര്, പഠിച്ച സ്കൂള്, തുറന്നു പഠിക്കാത്തതെന്ത്, ഇഷ്ടമുള്ള നിറം എന്നിവയൊക്കെ. പവിത്ര ഓരോന്നിനും മറുപടി നൽകി. അധികം വൈകാതെ ജയപ്രകാശും കൂട്ടുകാരും യാത്ര പറഞ്ഞിറങ്ങി. പോകാൻ നേരം കൂട്ടുകാരിൽ ഒരാൾ സുദർശനോട് അടക്കത്തിൽ സംസാരിച്ചു. വിവരം പിന്നീട് അറിയിക്കാട്ടോ. പ്രകാശിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. വീട്ടുകാരോട് കൂടി ഒന്ന് ആലോചിക്കണം. അത് മതിയെന്ന് സുദർശനൻ സമ്മതിച്ചു. കാണാൻ വന്ന ചെറുക്കനെ ഇഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞിട്ടും പവിത്രയ്ക്ക് ഭാവഭേദമൊന്നുമില്ലായിരുന്നു. ഈ കല്യാണം നടക്കില്ലെന്ന് തന്നെ അവൾ വിശ്വസിച്ചു. പക്ഷേ 2 ദിവസത്തിനു ശേഷം ജയപ്രകാശിന്റെ ചിറ്റപ്പഴും രാമകൃഷ്ണൻ അമ്പാഴത്തിനെങ്കിലും വീട്ടിലെത്തി. പവിത്രയും ജയപ്രകാശും തമ്മിലുള്ള കല്യാണത്തിന് സമ്മതമാണെന്ന് അറിയിച്ചു. താല്പര്യമാണെങ്കിൽ പെണ്ണിന്റെ വേണ്ടപ്പെട്ടവർ ജയപ്രകാശിന്റെ വീട്ടിലേക്ക് ചെല്ലാനും ആവശ്യപ്പെട്ടു. നിസാരമെന്ന് തള്ളിയ ഒരു കളിതമാശ കാര്യഗൗരവം പൂണ്ട് തിരികെ വരുന്നത് പോലെയാണ് പവിത്രയ്ക്ക് തോന്നിയത്. എങ്കിലും തുടർ നടപടിക്രമത്തിൽ ഈ ആലോചന അലസിപ്പോകുമെന്ന് തന്നെ അവൾ ആലോചിച്ചു. പവിത്രയുടെ മുത്തച്ഛനും 2 അമ്മാവന്മാരും സുദർശനും കൂടി പൂഞ്ഞാറ് വെട്ടിപ്പറമ്പിൽ പോയി. ജയപ്രകാശിന്റെ വീടും ചുറ്റുപാടും ഒക്കെ കണ്ടു. അധികം പഴക്കമില്ലാത്ത ഭംഗിയുള്ള വീട്. വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ് തുടങ്ങിയ ഉപകരണങ്ങൾ, പൈപ്പ് വെള്ളവും ഗ്യാസ് അടുപ്പും. മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ചയച്ചതിൽ വേറെ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അമ്മയും മകനും മാത്രം.
പവിത്രയുടെ വീട്ടുകാർക്ക് എല്ലാം നന്നേ ബോധിച്ചു. ശ്രീധനത്തിന്റെ കാര്യത്തിൽ മാത്രം ഇരുഭാഗത്തും യോജിപ്പിലെത്താൻ കഴിഞ്ഞില്ല. 2 ലക്ഷം രൂപയും 25 പവൻ സ്വർണവും ജയപ്രകാശിന്റെ പക്ഷത്തു നിന്നും ഡിമാൻഡ് ചെയ്തു. 1.5 ലക്ഷം രൂപയും 15 പവനും എന്ന് പവിത്രയുടെ വീട്ടുകാർ നിലപാടെടുത്തു. കടുത്ത സാമ്പത്തിക ബാധ്യമാണ് ലോകമെമ്പാടും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇല്ലാത്തവരുടെ കയ്യിലേക്ക് പൈസ എത്തുന്നില്ല. രാഷ്ട്രീയക്കാരനായ സുദർശൻ പറഞ്ഞു. അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ ഞങ്ങളുടെ ചെറുക്കന് അറിയിക്കുന്നത് കിട്ടണ്ടായോ? രാമകൃഷ്ണൻ ചോദിച്ചു. പെണ്ണിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഓഫീസ് ആഡിയുണ്ട്. 50,000-ൻ്റെതാണ്. 2012 വട്ടം എത്തുന്നു. അത് നിങ്ങളെടുത്തോ, ബാക്കി കൂടി ഞങ്ങളടച്ചു തീർത്തോളാം, സുദർശൻ പറഞ്ഞു. 2012 എന്ന് പറയുമ്പോൾ ഇനിയും 2 വർഷം കൂടി കാക്കണ്ടേ? രാമകൃഷ്ണൻ ചോദിച്ചു. ഞങ്ങൾക്ക് ഇതേ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ ബാക്കി ആലോചിച്ചാൽ മതി. തൽക്കാലം ഞങ്ങൾ ഇറങ്ങട്ടെ. സുദർശനും കൂട്ടരും ജയപ്രകാശിന്റെ വീട്ടിൽ നിന്നും തിരിച്ചു പോന്നു. ശ്രീധന തർക്കത്തിൽ കല്യാണാലോചന തെറ്റിപ്പിരിഞ്ഞു എന്നറിഞ്ഞപ്പോൾ പവിത്രയ്ക്ക് സമാധാനമായി. പക്ഷേ ആ സമാധാനത്തിന് 5 ദിവസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. കല്യാണം നടത്താനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് ജയപ്രകാശിന്റെ വീട്ടിൽ നിന്നും ഒരു ദൂതൻ അമ്പഴത്തിങ്കൽ വീട്ടിലെത്തി. അധ്യായം 6. ഒരു മുന്നറിയിപ്പുമില്ലാതെ ഉടൻ ബാംഗ്ലൂരിലെത്തി നഴ്സിംഗ് കോഴ്സിന്റെ അഡ്മിഷൻ എടുക്കാനുള്ള നിർദ്ദേശം രജിസ്റ്റേർഡ് തപാലിലൂടെ ജിബയ്ക്ക് കിട്ടിയത്. 2 ആഴ്ചത്തെ സാവകാശമെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി ഫീസ് അടയ്ക്കാനുള്ള പണം സ്വരുക്കൂട്ടുന്നതേ ഉള്ളൂ ജോർജ് കുട്ടി. 3 ദിവസത്തിനകം ബാംഗ്ലൂരിലെത്തി അഡ്മിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ബിൻസി ലിസിയുടെ അമ്മയെ ചെന്ന് കണ്ട് ബാംഗ്ലൂരിൽ നിന്നും കിട്ടിയ ലെറ്ററിനെ കുറിച്ച് അറിയിച്ചു. നിന്ന നിൽപ്പിൽ അത്രയും പൈസ ഉണ്ടാക്കാൻ ഒരു നിവൃത്തിയില്ല. ലിസി മോളെ വിളിച്ചൊന്ന് പറ, കുറച്ചുകൂടെ സമയം വേണമെന്ന്. അത് ഞാൻ പറയാം എന്ന് ലിൻസി ഉറപ്പുവരുത്തി. അടുത്ത ദിവസം എൽസി പുന്നക്കാട്ട് വീട്ടിലെത്തി. ഞാൻ ലിസി മോളെ വിളിച്ചു പറഞ്ഞു, ഈ വർഷത്തെ ഫീസ് ഒറ്റയടിക്ക് കൊടുക്കണ്ട. 25,000 അടച്ചില്ലേ, ഇനി 20,000 കൂടി അഡ്മിഷൻ ചെല്ലുമ്പോൾ കൊടുക്കണം. അത് കേട്ടപ്പോൾ ബിൻസിക്ക് ആശ്വാസമായി. ജോർജ് കുട്ടി എവിടെയൊക്കെയോ ഓടിപ്പാഞ്ഞ് പലരോടും വായ്പ വാങ്ങിയും മറ്റും കുറേ രൂപ സംഘടിപ്പിച്ചു. അയാൾ മകളെയും കൂട്ടി ഇരാറ്റുപേട്ടയിൽ പോയി ഒരു വലിയ ട്രോളി ബാഗും ഷോൾഡർ ബാഗും വാങ്ങി. ജിബിയയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളും തിരിച്ചു വരുമ്പോൾ പഞ്ചായത്ത് പടയിൽ ബസ് നിർത്തിച്ച് ജിബിയ ഇറങ്ങി. അവൾക്ക് പവിത്രയെ കാണണം. ജോർജ് കുട്ടി പെട്ടിയും ബാഗും സാധനവുമായി പള്ളിവാതിക്കൽ ബസ് സ്റ്റോപ്പിലേക്ക് പോയി. യാത്ര പറയാൻ വന്നതാ മോളെ, മറ്റന്നാൾ പോകും ബാംഗ്ലൂരിന്, ജിബിയ പവിത്രയോട് പറഞ്ഞു. പവിത്ര വിഷാദിച്ചിരിക്കുകയായിരുന്നു. നീയും കൂടെ എന്നെ വിട്ടു പോവുകയാണോ? പോയാലും ഞാൻ തിരിച്ചു വരുമല്ലോ. ഞാനും പോവുക, പക്ഷേ എനിക്ക് തിരിച്ചു വരവില്ല, പവിത്ര പറഞ്ഞു. എന്നാ വർത്താനാ നീ പറയുന്നത്? നീ എങ്ങോട്ട് പോണു? എൻ്റെ കല്യാണം ഉറപ്പിച്ചു. ഓ അതാണോ? കുറേ മുൻപും ഒരെണ്ണം ഉറപ്പിച്ചല്ലേ, അത് നടന്നോ? ഇല്ലല്ലോ. ഇത് വലസിപ്പോവും. ഇത് ഞാനും അങ്ങനെ പോകുന്നെന്നാ വിചാരിച്ചെ. ശ്രീധനത്തർക്കം വന്ന് തെറ്റിപ്പിരിഞ്ഞതായിരുന്നു. എന്നെ കാണാൻ വന്ന ചെറുക്കൻ ഒരേ വാശി. ശ്രീധരൻ ഇച്ചിരി കുറഞ്ഞാലും എന്നെ തന്നെ വേണമെന്ന്. അത് നല്ലതല്ലേ മോളെ, നിന്നെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ. എനിക്കിപ്പോൾ കല്യാണം കഴിക്കണ്ടെന്നേ. അതെന്നെ ആരും മനസ്സിലാക്കാത്തെ. ആ ചെറുക്കനെ നിനക്ക് 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 ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടെന്നാണല്ലോ നീ പറഞ്ഞത്. കാണാനൊക്കെ നല്ലതാ. ഒരു 5 വർഷം കഴിഞ്ഞിട്ട് വരട്ടെ. പിന്നെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് കാത്തു കിടക്കുവാണോ ആ ചെറുക്കൻ? ഭയങ്കര വേറെ പെണ്ണിനെ പോയി കെട്ടട്ടെ. ഇപ്പോൾ തർക്കമൊക്കെ തീർന്നോടെ? തീർന്നെന്ന് ചോദിച്ചാൽ ഇനിയൊന്നും പറയാതിരിക്കുക ഭേദം. പവിത്ര അസ്വസ്ഥതയോടെ തലമാന്തി. എന്നാടി പറ. അവരുടെ കൂട്ടര് ഇവിടെ വന്ന് നിർബന്ധിച്ച് മാമാരെ കൊണ്ട് 20 പവന് കൊടുക്കാമെന്ന് സമ്മതിപ്പിച്ചു. 2 ലക്ഷം രൂപ വാശി പിടിപ്പിച്ച് ലേലം വിളിച്ചു. ഒരു 90, 180, 175 ഒടുക്കം 1,60,000 ഉറപ്പിച്ചു. 20 പവനൊക്കെ ഉണ്ടോടെ കൊടുക്കാൻ? എനിക്ക് അറിഞ്ഞുകൂടാ എവിടെ നിന്നുണ്ടാക്കുന്നു. 5 പവൻ ഒരു വർഷത്തിനകം കൊടുത്താൽ മതി ഇത്രേ. ഓ, ഈ ശ്രീധനബാക്കി വലിയ തൊല്ലയാ കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് മമ്മി പറയുന്നത്. എനിക്കറിയാമല്ലേടാ. എന്നാത്തിനാ ഈ ഇല്ലാത്ത കാശും സ്വർണമൊക്കെ ഉണ്ടാക്കി കടവും പറഞ്ഞ് എന്നെ ഈ വീട്ടിൽ നിന്ന് ഇത്ര നിർബന്ധിച്ചിറക്കി വിടുന്നെന്ന് ചോദിച്ചിട്ട് ആർക്കും ഉത്തരം പറയാനില്ല. ഞാൻ എന്തെങ്കിലും ദുഷ്പരം ഉണ്ടാക്കിയോ? ആരെങ്കിലും പ്രേമിക്കാൻ പോയോ? ഏതെങ്കിലും ആണുങ്ങളുമായിട്ട് കിന്നരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ? ഒന്നുമില്ലെന്നേ. എന്നെ ഇവർക്കിപ്പോൾ വേണ്ട. എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടാലേ സമാധാനമാകത്തുള്ളൂ. ചിലപ്പോൾ അത് നല്ലതിനായിരിക്കൂടെ. പോടുന്ന് നല്ലത്. പഠിച്ച് എവിടെയെങ്കിലും എത്തട്ടെ. ഞാൻ 18-ാം വയസ്സിൽ ഓട്ടോറിക്ഷക്കാരൻ്റെ വീട്ടിൽ പോയി അയാൾക്ക് ചോറും സാമ്പാറും വെച്ചെടുത്ത് അമ്മായി അമ്മയുടെ ആട്ടും തുപ്പും കെട്ട് അവിടുത്തെ എച്ചിപ്പാത്രങ്ങളും കഴുകി ഇനിയുള്ള കാലം ജീവിതം തള്ളിവിടുന്നതാണ് നീ പറഞ്ഞത് നല്ലത്. എന്നെ ഉപേക്ഷിച്ചിട്ട് റോബിൻസ് വേറെ കല്യാണം കഴിച്ചപ്പോൾ നീയപ്പോൾ പറഞ്ഞത് നല്ലതിനാണല്ലേ? അത് നല്ലതിന് തന്നെ. അതുപോലെയല്ലേ ഇത്? നിനക്ക് വേണ്ടാന്നെന്നാ തറപ്പിച്ച് പറഞ്ഞൂടെ? എത്ര പറഞ്ഞു? ആ 2 കേക്കെ
ആ ചെറുക്കൻ്റെ അമ്മയാണെങ്കിൽ ആർത്തിക്കാരിയാ. കൂടെ കൂടെ എൻ്റെ അമ്മേനെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട് എൻ്റെ ചെറുക്കൻ ഇതിലും ഇരട്ടി സ്ത്രീധനം കിട്ടുമായിരുന്നെന്ന്. എന്നാൽ പിന്നെ അതും വാങ്ങിച്ച് വേറെ പെണ്ണിനെ കെട്ടിക്കോളാൻ പറഞ്ഞുകൂടായിരുന്നു. ജിബിയയ്ക്ക് ദേഷ്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, അപ്പൊ പറയാം എൻ്റെ മോൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ് സമ്മതിച്ചെന്ന്. അമ്മായിയമ്മപ്പോൾ ഒരു സഹിക്കേണ്ടി വരെയോടെ ലക്ഷണം കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാവരും പറയണ അമ്മയും മോനും മാത്രമല്ലേ ഉള്ളൂ, വീട്ടുജോലിയൊക്കെ കുറച്ച് ചെയ്താൽ മതിയല്ലോ, ഒരുപാട് പേർക്ക് വെച്ച് വിളമ്പൊന്നും വേണ്ടല്ലോ എന്നൊക്കെയാ. അതൊരു കണക്കിന് ശരിയല്ലേ മോളെ? വല്ല അടുക്കളയിലും പോയി അവിടെയുള്ളവർക്ക് വെച്ച് വിളമ്പാൻ വേണ്ടിയാണോ ഇവരെന്നെ 10-18 വർഷക്കാലം വളർത്തിക്കൊണ്ടുവന്നേ? ആത്മരോഷത്തിൽ പവിത്രയുടെ ശബ്ദമുയർന്നു. എന്നാടി വലിയ പ്രസംഗം? അജിതാമ്മ മുറിയുടെ വാതിക്കൽ വന്നു. എന്തിനാന്നോ ഇവിടെ ഇത്രയും കൊച്ചിനെ കല്യാണം കഴിപ്പിച്ചു കൊടുന്നേ? അതും ഇവളുടെ ഇഷ്ടം നോക്കാതെ, ജിബിയ ചോദിച്ചു. പെൺപിള്ളേരായ എന്നാണെങ്കിലും കല്യാണം കഴിപ്പിച്ചു വിടണ്ടായോ? വേറൊരു വീട്ടിലോട്ടല്ലാതെ പിന്നെ സുഖവാസ മന്ദിരത്തിലോട്ടാണ് എല്ലാവരും പെൺമക്കളെ കഴിച്ചു വിടുന്നത്, അജിതാമ്മ വാദിച്ചു. ഇവര് പറയുന്ന ന്യായം എന്താണെന്നറിയുമോ? പവിത്ര വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ചെറുക്കന്റെ വീട് ദൂരെയാണെങ്കിൽ എന്നെ കാണാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വരണ്ടേ? ഇതാകുമ്പോ വെട്ടിപ്പറമ്പിലല്ലേ, നടന്നു ചെല്ലാവുന്ന ദൂരമല്ലേ ഉള്ളൂ, കാണാൻ തോന്നുമ്പോഴൊക്കെ വന്ന് കാണാലോ. ഇതാണ് സ്വന്തം മക്കൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ നോക്കേണ്ട ഒന്നാമത്തെ യോഗ്യത. നീ എന്നാ ഒക്കെ പറഞ്ഞാലും ശരി, അടുത്ത 18-ാം തീയതി കല്യാണം നിശ്ചയമാ. അന്ന് ചെറുക്കൻ കൂട്ടുകാർക്ക് 1 ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞേക്കുന്നത്, ബാക്കി 60 കല്യാണത്തിന് തലേന്നു. ആ കാശുണ്ടാക്കാൻ വേണ്ടിയാ ഓടിപ്പാഞ്ഞ് നടക്കുക ബാക്കിയുള്ളവർ. അത് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. പവിത്ര പിറുവിറുത്തു. നീ പ്രായിക്കോടി കിട്ടല്ലേന്ന്. അജിതാമ്മ ദേഷ്യപ്പെട്ട് പിന്തിരിഞ്ഞു പോയി. ജിബിയ പവിത്രയുടെ നെറ്റി തലോടി. നീ വിഷമിക്കാതടാ, വിധിയുണ്ടെങ്കിൽ ഇത് നടക്കും, ഇല്ലെങ്കിൽ നടക്കത്തില്ല. ഇവരെങ്ങനാണെങ്കിലും നടത്തും, അതുറപ്പാ. പവിത്ര ലോകത്തെല്ലാവരോടും പിണങ്ങാൻ തയ്യാറായി നിന്നു. എനിക്ക് നിന്റെ കല്യാണം കൂടാൻ പറ്റത്തില്ലല്ലോടി, മറ്റന്നാൾ പോകുമല്ലേ? നമ്മളിനി കാണലൊന്നും ഉണ്ടാവില്ല അല്ലേ? നീ അവധിക്ക് വരുമ്പോൾ ഞാൻ വേറൊരു വീട്ടിലായിരിക്കും, പവിത്ര പരിതപിച്ചു. നീ എവിടെ ആണേലും ഞാൻ വരും കാണാൻ. നീ സങ്കടപ്പെടലടാ, എന്റെ കാര്യം നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്തെല്ലാം ആശ്ചത, ചുണ്ടയിലോട്ട് മുട്ടിക്കുമ്പോഴത്ത് കപ്പ് താഴെ വീണ് പൊട്ടിച്ചെറിയ പോലെ. തിരിച്ചു പോരും മുമ്പ് ജിബിയ പവിത്രയെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുത്തു. പവിത്ര ഒറ്റക്കരച്ചിലായിരുന്നു. അജിതാമ്മ ഒന്ന് നോക്കുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊന്ന് കരയുകയാണ്. അവരൊന്നും മിണ്ടാതെ തിരികെ പോയി. ദിവ്യ വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ബിൻസി അവൾക്ക് കൊടുത്തയക്കാനുള്ള അച്ചാറും വേപ്പിലക്കട്ടിയുമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ജിബിയ മുറിയിൽ കയറി കട്ടിലിരുന്നു. ഇനിയുള്ള ജീവിതം അനന്തമായ മരുഭൂമി പോലെയാണ് അവൾക്ക് തോന്നിയത്. ഒരരുവി പോലെ തുള്ളി തുടിച്ചുല്ലസിച്ചു വന്ന ജീവിതം ഇവിടെ വറ്റിത്തീരുകയാണ്. പ്രത്യാശകളൊന്നുമില്ല. നിറങ്ങളോടുള്ള ഇഷ്ടം പോലും നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. ബിൻസി മുറിയുടെ വാതിൽക്കൽ വന്നു നിന്നു. നീ അവിടെ കുത്തിപ്പിടിച്ചിരിക്കുവാണോ? അടുക്കളയിലോട്ട് വല്ലതും വന്ന് സഹായിക്കടി. നിനക്ക് വേണ്ടിയല്ല ഞാൻ ഈ കഷ്ടപ്പാടൊക്കെ പെടുന്നത്. ജിബിയയ്ക്ക് ശുണ്ടി വന്നു. ഞാൻ പറഞ്ഞായിരുന്നു കഷ്ടപ്പെടാൻ. തറുതല പറയല്ലേ പെണ്ണെ. എണീച്ചു വരുന്നുണ്ടോ? എപ്പോ നോക്കിയാലും മുഖം ഒരു കൊട്ടയുണ്ട്. ആരെന്നാ ചെയ്തിട്ടാ? ബിൻസി തിരികെ പോയി. പിന്നെ അടുക്കളയിൽ നിന്നും അശരീരി കേട്ടു. ജോസ്റ്റ മോളെ, നീയെങ്കിലും വന്നൊരു കൈ സഹായിക്കടി. ജിബിയ എഴുന്നേറ്റു. ഡ്രസ്സ് മാറി വീട്ടിൽ ഉപയോഗിക്കാനുള്ള പാവാടയും ബ്ലൗസും എടുത്തിട്ടു നേരെ അടുക്കളയിലേക്ക് നടന്നു. പിറ്റേന്ന് ബിൻസി മകളെയും കൂട്ടി കുളത്തുക്കടവിലെ വീട്ടിൽ പോയി. അമ്മാച്ചന്മാരുടെ കൂടെ സഹായിച്ചിട്ടാണ് ജിബിയ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് അനുഗ്രഹം വാങ്ങേണ്ട കടമയുണ്ട്. കളത്തുക്കടവിൽ വല്യമ്മച്ചി അവൾക്ക് 500 രൂപ കൊടുത്തു. കൈ രണ്ടും കൂട്ടിപ്പിടിച്ചു. എൻ്റെ പൊന്നുമോള് നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ചു. നെറുകയിൽ ഉമ്മയും നൽകി. അപ്പോൾ എന്തെന്നറിയാതെ ജിബിയുടെ കണ്ണു നിറഞ്ഞു. ഇടമറുകിൽ താമസിക്കുന്ന മൂത്ത അമ്മാച്ചന്റെ വീട്ടിലും ജിബിയ പോയി. അവിടെയും യാത്ര പറഞ്ഞു. അവിടെ നിന്ന് 1000 രൂപ കിട്ടി. പിന്നെ കുറച്ച് ഉപദേശങ്ങളും. 4 മണിക്ക് മുന്നേ രണ്ടുപേരും തീക്കോയുടെ വീട്ടിൽ മടങ്ങിയെത്തി. നിങ്ങൾ വാഗമറ്റത്ത് പോയായിരുന്നോ? ജോർജ് കുട്ടി ചോദിച്ചു. ജോബിന്റെ അടുത്ത്. അവിടെ പോയി കഴിഞ്ഞ ആഴ്ച പറഞ്ഞതല്ലേ പപ്പ? ജിബിയ ചോദിച്ചു. എന്നാലും ഒന്നുകൂടെ പോയി പറയണ്ട പോണേ. ഒന്നുമല്ലേ നിന്റെ ആങ്ങളല്ലേ? ഓ ആങ്ങള. ഞാൻ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ എന്നാത്തിന്റെ സൂക്കേടാന്ന് ആദ്യം ചോദിച്ചത്. ജിബിയ അവലാതി പറഞ്ഞു. അവരെന്നാ പറയുന്നു, എങ്ങനെ പെരുമാറുന്നൊന്നും നോക്കണ്ട. നമ്മൾ ചെയ്യാനുള്ളത് അങ്ങ് ചെയ്യുക. ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് ഒരു 100 രൂപ ഇരിക്കട്ടെ എന്ന് പോലും പറഞ്ഞില്ല. തന്നുമില്ല. അങ്ങോട്ട് കൊടുത്താ അത്രയും സന്തോഷം. നീ അവിടെ ഒന്നുകൂടി പോകേണ്ടതായിരുന്നു. ജോബിച്ചായ ഇങ്ങോട്ടല്ലേ പപ്പ വരേണ്ടത്? നാളെ ഞാൻ പോകുവാണെന്ന് അറിയാവുന്നതല്ലേ? എന്നെ യാത്ര അയക്കാൻ വരേണ്ടതല്ലേ? ജിബിയ പരാതിപ്പെട്ടി. അവൻ വരുമായിരിക്കും. ഞാൻ ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ബിൻസി പറഞ്ഞു. അയൽപക്കക്കാരോടൊക്കെ പറഞ്ഞോ? എല്ലാവരോടും ഞാൻ സൂചിപ്പിച്ചായിരുന്നു നാളെ പോകണമെന്ന്. ഒന്നുകൂടി പറഞ്ഞേക്കാം, ഇല്ലെങ്കിൽ മിണ്ടാതെ പോയെന്ന് പരാതി പറയും. പറയാൻ 3 വീടുകളേ ഉള്ളൂ. ജിബിയ അവിടെ എല്ലാം കയറി ഇറങ്ങി. താൻ ബാംഗ്ലൂരിലേക്ക് പോവുകയാണെന്ന് യാത്ര പറഞ്ഞു പോന്നു. അപ്പോഴേക്കും സന്ധ്യയായി. മോളെ, നീ നെല്ലിക്കുന്നേ പോയി പറഞ്ഞായിരുന്നോ? ജോർജ് കുട്ടി ചോദിച്ചു. ഇല്ല. അവിടെയും പറയണം. അതിന്റെ ആവശ്യമുണ്ടോ?
വിൻസി നീരസപ്പെട്ടു. എടീ, അവര് നമ്മളെ കല്യാണം വിളിച്ചില്ല, ഞാനും നീയും പോവുകയും ചെയ്തില്ല. അതൊക്കെ ഒരു മര്യാദയാ. എന്നാലും നമ്മുടെ മോളോട് ആ നട്ടലില്ലാത്തവൻ ചെയ്ത ചതി ഓർക്കുമ്പോൾ നിങ്ങളോട് പോളച്ചൻ പറഞ്ഞതൊക്കെ മറന്നുപോയി എത്ര പെട്ടെന്ന്. അവനെന്താണീ പറഞ്ഞത്? ഞാനും അവനും തമ്മിൽ പണ്ട് മുതലുള്ള സ്നേഹം അങ്ങനെ തന്നെ നിലനിന്നാ മതിയെന്നാ. ഞങ്ങളുടെ മക്കൾ തമ്മിൽ ബന്ധങ്ങളൊന്നും സ്ഥാപിക്കണ്ടല്ലോ. അത് പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവനുണ്ട്. അവന്റെ ചെറുക്കൻ ആരെ കല്യാണം കഴിക്കണം, ഏത് പെണ്ണിന്റെ കൂടെ ജീവിക്കണം എന്നൊക്കെ അവന് കൂടിയല്ലേ തീരുമാനിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ നോവൽ ഇങ്ങനെ തുടരുകയാണ്. ഇതിന്റെ അടുത്ത അധ്യായത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.